നമസ്കാരം. ഈ ലോകത്ത് എന്തിനെയാണ് വിശ്വസിക്കുക? കണ്ണുകൊണ്ട് കാണുന്നതിനെല്ലാം വിശ്വസിക്കാമെന്നാണ് പറയുന്നതെങ്കിൽ അതിനി അധികകാലം ഉണ്ടാകില്ല. കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കാനാകാത്ത കാലമാണ് ഇനി വരുന്നത്. ഡീപ് ഫേക്കുകൾ നമുക്ക് ചുറ്റും വ്യാജ ഉള്ളടക്കങ്ങളുടെ മായാലോകം തീർക്കുന്ന കാലം. അത്തരമൊരു കാലം ഇങ്ങ് എത്തിക്കഴിഞ്ഞു എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ChatGPT, മിഡ്ജേണി, ഡാലി ഉൾപ്പെടെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വാർത്തകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ ഉൾപ്പെടെ നമ്മളെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെല്ലാം ഉള്ളടക്കങ്ങളാണ് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് AI അധിഷ്ഠിതമായ ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങൾ. എന്താണ് ഈ ഡീപ് ഫേക്കുകൾ? അതാദ്യം നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിന്തുണയിൽ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന ചിത്രങ്ങൾ, വീഡിയോകൾ, ശബ്ദം ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങളെയാണ് ഡീപ് ഫേക്കുകൾ എന്ന് വിളിക്കുന്നത്. AI പ്രതിനിധീകരിക്കുന്ന ഡീപ്പ് ലേണിംഗ് എന്ന വാക്കും വ്യാജം എന്ന അർത്ഥം വരുന്ന ഫേക്ക് എന്ന വാക്കും സംയോജിപ്പിച്ചതാണ് ഡീപ് ഫേക്ക് എന്ന പേര്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാന്നിധ്യമാണ് ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങളെക്കുറിച്ചുള്ള ഭീതി ഏറ്റുന്നത്. വേഗത്തിൽ വ്യാജ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കാനും യഥാർത്ഥമാണോ അല്ലയോ എന്ന് വേർതിരിച്ചറിയാൻ ആകാത്ത വിധം അവയെ മികവുള്ളതാക്കാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധിക്കുമെന്നത് തന്നെയാണ് കാരണം. ഉദാഹരണം പറയാം. ഡൊണാൾഡ് ട്രംപിനെ ചീത്ത വിളിക്കുന്ന ബരാക് ഒബാമ, ആളുകളിൽ നിന്ന് മോഷ്ടിച്ച കോടിക്കണക്കിന് ഡാറ്റയുടെ നിയന്ത്രണം കൈവശം വെക്കുന്നതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്ന മെറ്റാ മേധാവി നമ്മുടെ മാർക്ക് സക്കർബർഗ്, ഉക്രൈൻ സൈന്യത്തോട് റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ ആവശ്യപ്പെടുന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, ഹോളിവുഡ് താരം മോർഗൻ ഫ്രീമാൻ, ടിക്ടോക്ക് വീഡിയോകൾ എടുക്കുന്ന ടോം ക്രൂയിസ്, ടെസ്ല മേധാവി ഇലോൺ മസ്ക്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുടങ്ങി നിരവധി പ്രമുഖരുടെ ഡീപ് ഫേക്ക് വീഡിയോകളും ചിത്രങ്ങളും ഇന്ന് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അതുപോലെ ശബ്ദവും ഡീപ് ഫേക്ക് ചെയ്യാനാകും. ശബ്ദം കൊണ്ടും രക്ഷയില്ല. കമ്പ്യൂട്ടർ സഹായത്തോടെ നിർമ്മിക്കുന്ന ശബ്ദം പഴയ പോലെ അല്പം യാന്ത്രികത നിറഞ്ഞവയല്ല. ഉദാഹരണത്തിന് നമ്മുടെ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും എല്ലാം എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ ശബ്ദത്തിൽ, അതേ മോഡുലേഷനിൽ, അതേ ശൈലിയിൽ കൃത്രിമമായി അവരുടെ സംഭാഷണങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ഇന്ന് സാധിക്കും. ഡീപ് ഫേക്ക് വീഡിയോ എന്നാൽ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ഈ ശബ്ദവും കൂടി ഉൾപ്പെടുന്നതാണ്. ഡീപ് ഫേക്കുകൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി. നമ്മുടെ ചലച്ചിത്ര നടിമാരുടെ ഡീപ് ഫേക്ക് വീഡിയോകൾ പുറത്തു വന്നത് വിവാദമായ സാഹചര്യത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പോണോഗ്രഫി, രാഷ്ട്രീയ പ്രചരണം, റിവഞ്ച് പോൺ, തീവ്രവാദം, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ മേഖലകളിൽ ഡീപ് ഫേക്ക് വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. പോണോഗ്രഫിക്ക് വേണ്ടിയാണ് കൂടുതലും. അതായത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ആരുടെയും ലൈംഗിക രംഗങ്ങൾ ഡീപ് ഫേക്കായി നിർമ്മിക്കാമെന്ന് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ഓർത്തു നോക്കൂ. സെലിബ്രിറ്റികളായ സ്ത്രീകളാണ് ഇതിൽ ഇരകളാവുന്നതിൽ കൂടുതലും. ഡീപ് ഫേക്ക് വീഡിയോകൾ സ്ത്രീകൾക്കെതിരെ വലിയൊരു ആയുധമായി മാറുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. റഷ്യയും ചൈനയും എല്ലാം ഇതിനകം ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങൾ എതിരാളികൾക്കെതിരെ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നാണ് US പറയുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തൻ്റെ സൈനികരോട് റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ ആവശ്യപ്പെടുന്ന വീഡിയോ ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇനി ഈ ഡീപ് ഫേക്കുകളെ എങ്ങനെ കണ്ടെത്താമെന്ന് കൂടി നോക്കാം. വളരെയേറെ മികവോടെ നിർമ്മിച്ച ഡീപ് ഫേക്കുകൾ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയുക പ്രയാസമാണ്. ഡീപ് ഫേക്ക് വീഡിയോകളിലെ മുഖങ്ങൾ കണ്ണുകൾ ചിമ്മുന്നതിൽ സാധാരണ നിലയിലായിരിക്കുകയില്ല എന്ന് 2008 ചില അമേരിക്കൻ ഗവേഷകർക്ക് പറയുകയുണ്ടായി. ഡീപ് ഫേക്ക് വീഡിയോകൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് കാണാൻ പറ്റും. കണ്ണുകൾ ചിമ്മുന്നത് പഠിച്ചെടുക്കാൻ അൽഗോരിതത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് സാരം. പക്ഷേ അതും കൂടി പഠിച്ചെടുക്കുന്നതോടെ ഡീപ് ഫേക്ക് തിരിച്ചറിയാനുള്ള ആ വഴിയും അടയും. ഗുണമേന്മയില്ലാത്ത ഡീപ് ഫേക്ക് വീഡിയോകൾ തിരിച്ചറിയുക വളരെ എളുപ്പമാണ്. ചുണ്ടുകളുടെ ചലനവും ശബ്ദവും തമ്മിൽ ചേർച്ചയുണ്ടാവില്ല. അതുപോലെ ചർമ്മം, മുടി, ആഭരണങ്ങൾ എന്നിവയിലെല്ലാം ചില പ്രശ്നങ്ങൾ കാണാനാകും. ഏതായാലും ഇന്ത്യയിൽ ഡീപ് ഫേക്കിനെതിരെ ശക്തമായ നടപടി ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ര സർക്കാർ. ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങളിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനായി പ്രത്യേക ഓഫീസറെ ഉടൻ നിയമിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമായി ഈ വിഷയം ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ പുതിയ നീക്കങ്ങൾ.
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ IT നിയമം ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ അറിയിക്കാൻ ഉപഭോക്താക്കളുമായി ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ഒരു വെബ്സൈറ്റ് വികസിപ്പിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുണ്ട്. IT നിയമം ലംഘിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുകയും പരാതി നൽകുന്നതിനുള്ള സഹായം നൽകുകയും ചെയ്യും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യും. ഉള്ളടക്കത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വെളിപ്പെടുത്തിയാൽ അത് പങ്കുവച്ചവർക്കെതിരെ കേസെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. IT നിയമങ്ങൾക്ക് അനുസൃതമായി വ്യവസ്ഥകൾ രൂപീകരിക്കാൻ 7 ദിവസമാണ് കമ്പനികൾക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. IT നിയമലംഘനത്തോട് ഇന്ന് മുതൽ യാതൊരുവിധ സഹിഷ്ണുതയും കാണിക്കുകയില്ല എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഡീപ് ഫേക്കുകൾ നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ 1 ലക്ഷം രൂപ പിഴയും 3 വർഷം ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. നമ്മളീ കാണുന്നതെല്ലാം മായ എന്നാണ് വേദാന്തം പറയുന്നത്. കാണുന്നതൊക്കെ ഫേക്ക് ആണെന്ന് നമ്മൾ പറയാതിരിക്കട്ടെ.